നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുത്ത സെഷൻ കോടതി വിധിക്കെതിരെ ആ നമ്മുടെ സർക്കാർ ഹൈക്കോടതിയിൽ ആ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പീലിന് പോയി എന്ന്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഏതാനും മാസങ്ങൾ കൂടിയാണ് ഇവിടെ ഭരിക്കാനുള്ളത്. ഇവിടുത്തെ ഖജനാവിലെ സ്ഥിതി, ഇവർ നടത്തിയിട്ടുള്ള കളവുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളവാണ് ശബരിമല. ശബരിമല ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി, വാതിൽ കട്ടിള മോഷ്ടിച്ചുകൊണ്ടുപോയി, വാതിൽപ്പാളി മോഷ്ടിച്ചുകൊണ്ടുപോയി, മച്ച് മോഷ്ടിച്ചുകൊണ്ടുപോയി, ഓട് മോഷ്ടിച്ചുകൊണ്ടുപോയി, യോഗദണ്ഡിന്റെ മണികൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഇനി എന്തൊക്കെയാണ് ഇനി അവിടെ ബാക്കിയുള്ളത് എന്നുള്ളത് നിലവിലുള്ള അന്വേഷണ വിഭാഗം റിപ്പോർട്ട് പുറത്തുവിട്ടാലേ മനസ്സിലാവും. ഏതായാലും ഇത്രയും ഭീകരമായ കളവ് CPM-ന്റെ നേതൃത്വത്തിൽ നടന്നു. അതായത് CPM തന്നെ അവിടെ ആൾക്കാരെ നിയമിച്ചു കൊടുത്തു. ആ നിയമിച്ച ആൾക്കാർ കൊള്ള നടത്തി. അതിന്റെ കൊള്ള നടത്തിയതല്ല അവരോട് പങ്കിട്ടെടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത്. അത് മറയ്ക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പൊ കരുവാക്കാൻ നോക്കുന്നത്. CPM-ന്റെ നേതാക്കളും പഴയ MLA-മാരും അടക്കം അവരുടെ പിണിയാളുകളായിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം ഒരറ്റത്തു നിന്ന് അറസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആ നിമിഷം എങ്ങനെയെങ്കിലും ഈ വാർത്ത മുക്കാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടായിരുന്നു മനസ്സിലാക്കണം. അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസ്, അവർ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ കേസ്, പോലീസ് എടുത്തിട്ടുള്ള കേസിന്റെ രണ്ടാമത്തെ ആ കേസിലെ മുൻകൂർ ജാമ്യം വിധി വന്നതിന് ശേഷം ഏകദേശം എല്ലാം അണഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലെങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ CPM-ന്റെ കോൺഗ്രസിന്റെ കാര്യം കാട്ട പുകയാവും. അതുകൊണ്ട് രാഹുൽ പുറത്തിറങ്ങാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് ഇങ്ങനെ കാണിക്കണം, എന്നാലേ ഇനി പിണറായി സർക്കാരിന് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നൊരവസ്ഥയിലാണ്. അത് പ്രതിപക്ഷം കൂടി അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ ഒരു വിഭാഗം കൂടി തങ്ങളുടെ ഏറ്റവും നല്ല പ്രവർത്തകരിൽ ഒരാളെ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കില്ലേ, അത് തിരുത്തി കൊടുക്കുകയല്ലേ വേണ്ടത്. ഇവരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് അവരുടെ കുട്ടികളോ മക്കളോ ഇതുപോലെ ആരുടെയെങ്കിലും കൂടി പോയി കണ്ട് പള്ളയിലുണ്ടാക്കിയാലോ, അതല്ലാന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മുതൽ പിടിച്ചു പറിച്ചാലോ, ഇനി ആരുടെയെങ്കിലും എന്താ പറയുക കൂടെ കൂടിയിട്ട് വല്ല ലഹരിക്ക് മറ്റു കാര്യങ്ങൾ ബന്ധപ്പെട്ടാലോ, അതൊക്കെ സംഭവിക്കാമല്ലോ ചെറുപ്പക്കാര്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ മുട്ടുകാല് തല്ലിയൊടിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുക ചെയ്യാം. അതോ അവർക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ, ആ പാകപ്പിഴകളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ തെറ്റുകൾ തിരുത്തി നല്ല മനുഷ്യരെ കൂടെ കൂട്ടുകയാണ് ചെയ്യാം. ഇതാണ് ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്തത്? അയാൾ ആദ്യ കേസ് കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. സത്യസന്ധമായി കാര്യങ്ങൾ കോടതിയിൽ ഇതുപോലെ അറിയിച്ച വേറെ ഏത് കുറ്റവാളിയുണ്ട്? നിങ്ങളൊന്ന് പറയും. കേരളത്തിന്റെ ചരിത്രം എടുക്കേ. ഇവിടെ കുറെ രാഷ്ട്രീയ നേതാക്കൾ പല കേസുകൾ പെട്ടിട്ടുണ്ടല്ലോ. CPM-ന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും. ആരെങ്കിലും അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ്, സത്യം പറഞ്ഞുകൊണ്ട് മതി എന്ന് അയാൾ തീരുമാനമെടുത്തത് കൊണ്ടാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അയാൾക്ക് നോട്ട് അറസ്റ്റ് വെച്ചേക്കണേ. കാരണം അയാളൊരു സത്യസന്ധനാണ്, ഈ കേസ് വിശദമായി കേൾക്കേണ്ടതാണ് എന്ന് ഹൈക്കോടതിക്ക് തോന്നിയതുകൊണ്ടാണല്ലോ. എന്നാൽ രണ്ടാമത്തെ കേസ്, ഇവിടെ ആദ്യത്തെ കേസിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി സെഷൻ കോടതി വിധി വരുന്നതിന് തൊട്ട് തലേന്ന് ഉണ്ടാക്കി കഴിഞ്ഞ രണ്ടാമത്തെ കേസ്, ഇപ്പൊ മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള കേസ്, അതിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ തൊട്ടുടനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നോട്ട് അറസ്റ്റ് അവിടെ ഉണ്ട്, ഇവിടെ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ രാഹുൽ പുറത്തു വരുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ മൂന്നാമതൊരു കേസ് ഇവിടെ ഉണ്ടായിരുന്നു. മൂന്നാമതൊരു കേസ് കഴിഞ്ഞ് കുറെ ദിവസങ്ങളായി അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരുന്ന വാർത്ത അങ്ങാടിപ്പാട്ടാണ്. അതാരാണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാം. ആ പരാതി തയ്യാറാക്കി വെച്ചിരുന്നത് ഇറക്കാൻ പറ്റണില്ല ഇപ്പോ. കാര്യം അത്രത്തോളം ജനങ്ങൾ എതിർപ്പിലാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. പ്രതിപക്ഷ നേതാവിനും അതുപോലെ VD സതീശനൊന്നും യാതൊരു രക്ഷയില്ല. ആ നിലയിലാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു അത്ഭുതമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പെണ്ണുപിടിയന് വേണ്ടി കേരളത്തിലെ വലിയൊരു ഭാഗം അയാളുടെ കൂടെ നിൽക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെങ്കിലും ഏതെങ്കിലും ഇതുപോലൊരു കുറ്റവാളിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ആരെങ്കിലും നിന്ന് ചരിത്രമുണ്ടോ? ആകെ ഉണ്ടായത് ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ട് ഈ കേരളം മുഴുവൻ പ്രാർത്ഥിച്ച ചരിത്രമാണ്. സ്വന്തം മകളെ പിച്ചു ചീന്തിയ ഒരു കശ്മലൻ, ആ കശ്മലനെ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അഭാവത്തിൽ പുറത്തു വരേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ സ്വന്തം പിതാവ് ആ നീതി നടപ്പിലാക്കിയ ഒരു കേസുണ്ട്. ആ ഒരു കേസിൽ മാത്രമാണ് ആ കുറ്റം ചെയ്തിട്ടുള്ള ആ പിതാവിന് വേണ്ടിയിട്ട് ഈ കേരള ലോകം നിൽക്കുന്നത് കണ്ടത്. അവിടെയും തെളിവില്ലാത്തത് കൊണ്ട് ആ പിതാവിനെ വെറുതെ വിട്ടു. അത് പക്ഷെ നീതി എന്ന് നമുക്ക് പറയാം. അതേ അവസ്ഥയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയധികം ക്രൂശിക്കപ്പെടാൻ, ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ തക്കവണ്ണം ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ വളഞ്ഞിട്ട് പിടിച്ച് കൂട്ടിയിട്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിൽക്കും എന്നുള്ളത് വ്യാമോഹമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ല ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ മത്സരിക്കരുത്. എവിടെ മത്സരിച്ചാലും അവിടെ CPM-നും കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത വിഭാഗത്തിനും കെട്ടിവെച്ച കാശ് പോലും കിട്ടൂല. അതാണ് നിലവിലെ അവസ്ഥ. കാരണം അത്രത്തോളം രാഹുലിന് സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ടിനെ പിണറായി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ്
ഈ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്? രക്ഷ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രക്ഷ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷ ഉണ്ടാവില്ല. ഒരു കാര്യം ഉണ്ടാവില്ല പോയിട്ട്. കാരണം ആദ്യത്തെ കേസിന്റെ കാര്യം തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. രണ്ടാമത്തെ കേസും അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഏഴുകേറി പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ തന്നെ സർക്കാരിന്റെ നിലപാടിനെ കോടതി പിച്ചിച്ചെന്ന് ഉറപ്പാണ്. അത് മാത്രമല്ല, ഇവിടെ ജനം പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഖജനാവിൽ പണമില്ല, 1 രൂപ പോലുമില്ല, പൂച്ച പറ്റി കിടക്കാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് നിലവിലുള്ള കാറൊന്നും പോരാ. 1.25 കോടി മുടക്കിയിട്ട് വീണ്ടും കാർ വാങ്ങിയ കഥ നമ്മുടെ അടുത്ത് പറഞ്ഞു. ഇവിടെ ക്ഷേമ പെൻഷൻ ഇല്ല, ഒരു പെൻഷനും ഇല്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില എവിടെ കിടക്കാണ്? വേണ്ട, നിങ്ങളെ കറണ്ട് ബില്ല് ഒന്ന് എടുത്ത് നോക്ക്. ഇപ്പൊ കറണ്ട് ബില്ല് വന്നിട്ടുള്ളവരുണ്ടാവുമല്ലോ, ആ കറണ്ട് ബില്ല്, അതുപോലെ ഇനി അടച്ചിട്ടുള്ള വേറെ കറണ്ട് ബില്ലൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് നോക്ക്. അതിന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. എത്ര കൂടിയിട്ടുണ്ട്, എത്രത്തോളം വില കൂടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് ഇത്രത്തോളം മനസ്സിലാക്കിയ ശേഷം വേണം ഇതിനോടൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇതൊക്കെ മറച്ചു പിടിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല അത്രയും വലിയ കൊള്ള നടത്തിയപ്പോ ആ കൊള്ള നടത്തിയത് ഇവിടുത്തെ CPM നേതൃത്വം സ്ഥാപിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥന്മാരും CPM നേതാക്കളും അവരുടെ പഴയ MLA അടക്കം മുഴുവൻ ആൾക്കാരും ചേർന്നിട്ടാണ് ആ മഹാകളവ് നടത്തിയതും അത് പങ്കിട്ടെടുത്തതും. അതിന്റെ പങ്ക് ഇവർക്ക് ആർക്കൊക്കെ കിട്ടിയെന്ന് അറിയാവുന്നത് കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ കൂട്ടാൻ നിൽക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു എന്ന പേരിൽ രാഹുൽ ഈശ്വരെ പിടിച്ചു കൂട്ടിയിട്ടേക്കാണ്. പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നില്ല. പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുള്ളൂ. റിപ്പോർട്ട് കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം ക്രൂശിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയ തിരിച്ചടിയായിരിക്കും കിട്ടുക. കാരണം ഓരോ ദിവസം കഴിയുന്തോറും രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ള പിന്തുണ കൂടി വരികയാണ്. നിലവിൽ മറ്റേത് MLA മാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും സർക്കാരിൽ നിന്ന് ഒരു പക്ഷേ ഫണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, MLA ഫണ്ട് കൊണ്ട് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്വന്തം മണ്ഡലത്തിൽ കിട്ടാവുന്ന സോഴ്സിൽ നിന്നൊക്കെ പണം സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പാവങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു MLA ആണ്. അങ്ങനെയുള്ള ഒരു MLA, ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, അയാൾ വളർന്നു വരുമ്പോൾ അസൂയ കൊണ്ട് തന്റെ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും മൂടി വെക്കാൻ വേണ്ടി, തങ്ങളുടെ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും മൂടി വെക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ കരുവാക്കുമ്പോൾ ജനങ്ങൾ നോക്കിയിരിക്കുന്നു കരുതരുത്. ഇവിടെ അപ്പീല് പോകുന്നത് നമ്മുടെ എല്ലാം പണം എടുത്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. പ്രതികരിക്കണം ജനം. ഇത്തരത്തിൽ ഒരാളെ ക്രൂശിക്കാൻ വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല നമ്മൾ കൊടുക്കുന്ന നികുതി പണം എന്ന് പറയുന്നത്. അത് നീതിയുക്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇരയാണ് എന്നുണ്ടെങ്കിൽ ആ ഇരയ്ക്ക് നീതി ലഭിക്കാനുള്ള സംവിധാനങ്ങളുടെ ഉണ്ട്. പക്ഷേ ഇല്ലാത്ത ഇരകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലും തകർക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വ്യാജ ഇരകൾക്ക് വേണ്ടി, അതുമല്ല എന്നുണ്ടെങ്കിൽ നീതിയുക്തമല്ലാത്ത വിധത്തിൽ ആ പണം ചെലവഴിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഒരിക്കലും നമ്മൾ യോജിക്കാനും പാടില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല വിഷയം. ഇവിടെ തങ്ങളുടെ വിഷയങ്ങൾ മുഴുവൻ മൂടിവെക്കാൻ, തങ്ങളുടെ കഴിവുകേടുകളും തങ്ങളുടെ കൊള്ളയും തങ്ങളുടെ എല്ലാം മൂടിവെക്കാൻ, എല്ലാ കടുകാര്യസ്ഥതകളും മൂടിവെക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ കരുവാക്കുന്ന, അവരെയൊക്കെ ജീവിതം നശിപ്പിക്കുന്ന, അവരുടെ കുടുംബം നശിപ്പിക്കുന്ന, അവരുടെ കണ്ണുനീര്, അവരുടെ കുടുംബത്തിന്റെ കണ്ണുനീരുന്ന, അവരുടെ കുടുംബമൊന്നും വലുതല്ലേ? അവരിഷ്ടപ്പെടുന്നവരും അവരെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ളവർ ബാക്കിയുള്ളവരുണ്ടല്ലോ, അവരുടെ കണ്ണീരൊന്നും കണ്ണീരല്ലേ? അതെന്താ അവർ കാണാത്തത്? ഇനി അതല്ല, സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കേണ്ട അതേ പരിഗണന PT കുഞ്ഞുമുഹമ്മദിന് കൊടുക്കണ്ടേ? എത്ര നാളായി അവിടെ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അജണ്ട വേറെയാണ്. ആ അജണ്ട നടപ്പിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കരുത്. ഇവിടെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ള ആ പോക്ക്, നമ്മുടെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് കേസ് വാദിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി എന്തായാലും നടപ്പിലാക്കാൻ പോകുന്നില്ല. ഹൈക്കോടതി ആദ്യത്തെ കേസ് എടുത്ത് തോട്ടിലിടാൻ രണ്ടാമത്തെ കേസ് ഉപകരിക്കുമെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അതായത് പരിഗണിക്കുമല്ലോ. ഈ കേസ് രണ്ടാമത് കൊടുത്ത കേസാണ് ഇപ്പോൾ ആദ്യത്തെ പരിഗണന പരിഗണിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെതിരെ നടക്കുന്ന ഗൂഢാലോചനകൾ കോടതിയിൽ പൊളിച്ചെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലിന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഈ ഒരു ഗൂഢാലോചന ഇനി 15-ാം തീയതി പരിഗണിക്കാൻ പോകുന്ന ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ അതിൽ സ്വാധീനിക്കുകയും ഇതിന്റെ വിധി കൂടി അതിലേക്ക് വരും, അല്ലെങ്കിൽ ഇതിന്റെ നോട്ടം കൂടി അതിലേക്ക് വരികയും കോടതിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഈ സർക്കാരിനെയും ഇങ്ങനെ അപ്പീൽ പോയ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇങ്ങനെ നിരന്തരം പീഡിപ്പിക്കുന്നതിനെയും ശക്തമായ ഒരു പ്രതികരണം കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നാട്ടിൽ, നമ്മുടെ കേരള നാട്ടിൽ നിന്ന് കോടതികൾ മാത്രമാണ് ഇന്ന് നമുക്ക് ആശ്രയം എന്ന് പറയുന്നത്. പോലീസ് സേന മുഴുവൻ അന്യായത്തിന് കൂട്ടുനിൽക്കുകയാണ്. ഇവിടെ പിണറായി എന്ന് പറയുന്ന ഒരു ആഭ്യന്തര മന്ത്രിയുണ്ട്. ആ ആഭ്യന്തരമന്ത്രിക്ക് ആളുകളെ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ വൈരാഗ്യപൂർവ്വം പെരുമാറാനും പാർട്ടി അണികളെയും പാർട്ടിയിലെ കള്ളന്മാരെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ ഈ പോലീസ് സംവിധാനത്തെ ഉപയോഗിക്കാൻ അറിയുള്ളൂ. അത് പക്ഷേ ഈ സാധാരണക്കാരായ ജനങ്ങളുണ്ടല്ലോ, അവരുടെ ചിന്തകൾക്ക് അങ്ങ് ഡൈജസ്റ്റ് ആവുന്ന ഒരു പരിപാടിയില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ശിക്ഷിക്കപ്പെടട്ടെ, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അതിന്റെ പ്രോസസ്സ് ഒരറ്റത്തിന് തുടങ്ങുന്നുണ്ടല്ലോ. അയാളെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിച്ച് നാണം കെടുത്തണമെന്ന് എന്താ ഇത്ര വാശി?
എന്തെത്ര വാശി? അങ്ങനെ കയ്യാമ വെക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം സ്ഥാനത്തിരിക്കുന്ന, സ്വന്തം പാർട്ടിയിലിരിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, അവർക്കത് ബാധകമല്ലേ? അപ്പൊ ഒരു സൈഡ് മാത്രം വൺ വേ ട്രാഫിക് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ പണം, നികുതി പണം എടുത്തുകൊണ്ട് ഇമാതിരിയുള്ള കുതിരകളി കളിക്കണ്ട. നിങ്ങൾ പാർട്ടി ലെവിയുണ്ട്, പാർട്ടി പിണറായി വിജയൻ മുതൽ താഴെയുള്ള ഒരു അംഗം വരെ പണം എടുത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ പാർട്ടിന്റെ പ്രവർത്തനങ്ങൾ. അത്തരത്തിൽ പിരിവ് നടത്തിയിട്ട് നിങ്ങൾ സഖാക്കന്മാരിൽ നിന്ന്, നിങ്ങളെ പാർട്ടി അണികളിൽ നിന്ന് പിരിവ് നടത്തിക്കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ എന്ത് തോന്നിയാൽ കാണിച്ചോളി, നമുക്കെതിരല്ല. പക്ഷെ നമ്മൾ ചെലവഴിക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഇത്തരത്തിൽ കുതിരകളി നടത്തുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ 100% അനുകൂലിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സർക്കാർ സംവിധാനം ഇങ്ങനെ പ്രതികരിച്ച് കാണുമ്പോൾ, മനഃപൂർവ്വം വൈരാഗ്യം കൊണ്ട് അയാൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു നിൽക്കുമ്പോൾ, അയാളുടെ സകല തെറ്റുകളും പുറത്തു കൊണ്ട് 100% അയാളോടൊപ്പം നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ വലിയൊരു ഭാഗമുണ്ട്. അത്തരത്തിലുള്ള കുറെ എണ്ണത്തിൽ സൃഷ്ടിക്കാനാണ് നിങ്ങളുടെ ഈ കുരുട്ടുബുദ്ധികൾ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നല്ലത്. കാരണം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത്. വോട്ട് തരേണ്ടത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ജനങ്ങളടക്കമുള്ള ഒരു വിഭാഗമാണ്. സ്വാഭാവികമായും അവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കപ്പെടുമ്പോൾ അത് നിങ്ങൾക്കുള്ള വോട്ട് നിഷേധമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. Different angles. Don't forget to subscribe and support this channel.